വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പം ഞാൻ കമന്റിന്റെ റിപ്ലൈ തരാൻ വേണ്ടി വന്നതാണ്. ഹോർമോൺസിന്റെ ഒരു ഡൗട്ട് തന്നെയാണ്. അപ്പോൾ ശ്രീയാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് 23 വയസ്സുണ്ട്, ബട്ട് ബോയ്സിനെ പോലെയാണ്, വാണി വിശ്വനാഥ് പോലെ പറക്കൻ ആണ്. ഹോർമോൺ എടുത്താൽ ഓക്കെ ആകുമോ? അതായത് നല്ല കട്ടിയുള്ള ശബ്ദമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ പൊതുവെ ട്രാൻസ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ ഒരു പുരുഷനായതുകൊണ്ട് നമ്മളുടെ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ മെയിൽ ഹോർമോൺസ് ആണ്. അപ്പൊ നമുക്കൊരു 10-14 വയസ്സാകുമ്പോൾ, നമുക്ക് ചെറുപ്പത്തിൽ ആണിനും പെണ്ണിനും ഒക്കെ ഒരേ വോയിസ് ആണ്. 14 വയസ്സാവുന്ന സമയത്താണ് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്, നമുക്ക് ബീജോത്പാദനം നല്ലോണം ഉണ്ടാവും. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ശബ്ദം, അതായത് വോയിസ് ചേഞ്ചസ് ഉണ്ടാവും. പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് ബീജം കൂടുന്നതും നമ്മളുടെ ശബ്ദത്തിനും ഹെയർ ഗ്രോത്തിങ് ഒക്കെ വരുന്നത്. പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഈസ്ട്രജന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് ഒരു ഹോർമോൺ ചേഞ്ചസ് വരുന്ന സമയത്ത് ബ്രസ്റ്റ് ഒക്കെ നല്ലോണം ഡെവലപ്പ് ആവും, അതുപോലെ പീരീഡ്സ് ഒക്കെ ആവും. അപ്പോൾ നമുക്ക് ഈ ശബ്ദം വരുന്ന ഒരു 14 വയസ്സിലാണ്. അത് ഹോർമോൺ ചേഞ്ചസ് ആണ്. അപ്പൊ പുരുഷനായിട്ട് ജനിച്ചവർക്ക് എല്ലാവർക്കും ആ ഒരു കട്ടിയുള്ള ശബ്ദമായിരിക്കും. പിന്നെ പൊതുവെ, അതായത് പുരുഷന്മാർക്ക് ഈ തൊണ്ടയിൽ ഒരു മുഴയുണ്ടാവും. നമ്മൾ ആഡം ആപ്പിൾ എന്നാണ് പറയാറ്. ചിലവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടോ? അതായത് ആണുങ്ങൾക്ക് തന്നെ അറിയില്ല, തടിച്ചവർക്കൊന്നും ഇത് കാണില്ല. ഞാൻ മെലിഞ്ഞുകൊണ്ട് തന്നെ നന്നായി അറിയാം. അപ്പോൾ ഇത് ആഡം ആപ്പിൾ ഉണ്ടാവും. അപ്പോൾ ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ ഈ കട്ടിയുള്ള ശബ്ദം ഉണ്ടാവുക. പെണ്ണുങ്ങൾക്ക് ഇത് ഉണ്ടാവില്ല. ചില പുരുഷന്മാർക്ക് ഇതുണ്ടാവില്ല. അതായത് ആ പെണ്ണിന്റെ ശബ്ദം, അതായത് തടിച്ചവർക്ക് ഇത് അറിയില്ല, എന്നിരുന്നാൽ ഇത് ഉണ്ടാവും. തടിച്ചത് കൊണ്ട് അറിയില്ല. പിന്നെന്ന് പറയുകയാണെങ്കിൽ ചില പുരുഷന്മാർക്ക് പെണ്ണിൻ്റെതായ വോയിസ് ആയിരിക്കും. അപ്പൊ മാക്സിമം അവരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് ഉണ്ടാവില്ല. അതായത് അവർക്ക് ഹോർമോണിന്റെ കുറവായിരിക്കും. അപ്പോ അതുപോലെ അതായത് സ്ത്രീകൾക്കും ഈ പറഞ്ഞ പോലെ കട്ടിയുള്ള ശബ്ദം ഉള്ളവരുണ്ടാവും. അവർക്ക് ഈ തൊണ്ടയിലെ മുഴ കാണാൻ സാധ്യതയുണ്ട്. അവർക്കും ഹോർമോൺ വേരിയേഷൻസ് ആണ്, ഹോർമോൺ ബാലൻസിങ് അല്ലായിരിക്കും. അവർക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് പീരീഡ്സ് ഒന്നും പോകില്ല, മീശയൊക്കെ വരും. അപ്പൊ ഇത് ഹോർമോൺ ചേഞ്ചസ് ആണ്, നമ്മളുടെ ശാരീരികപരമായിട്ടുള്ള ഹോർമോൺസ് ആണത്. ഞാൻ ഈ ഹോർമോൺസ് എന്താണ്, ജെൻഡർ എന്താന്നൊക്കെ ഞാൻ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ പുരുഷനായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് ആണ് ഇത്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് വാണി വിശ്വനാഥ്, അതായത് അവർ ആക്ട്രസ് ആണ്. അവരുടെ ശബ്ദം നിങ്ങൾക്ക്, അതായത് അവർ ചെയ്യുന്ന ക്യാരക്ടറിനനുസരിച്ച് അവർ സംസാരിക്കുന്നതുകൊണ്ട് തോന്നുന്നതായിരിക്കും. എനിക്കൊരു പെണ്ണിന്റെ വോയിസ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ബോൾഡ് വുമൺ. അപ്പോ നമ്മൾ അതിൽ പ്രൗഡ് ചെയ്യുന്നു. കാരണം ഒരു പെണ്ണൊരു ആണിനെ പോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രൗഡായിട്ട് കാണാം. പക്ഷെ ഒരു ആണ് പെണ്ണിനെ പോലെ സംസാരിക്കുമ്പോൾ അത് എന്താ പറയാ, കുറവായിട്ട് കാണുന്നവരായിരിക്കും കൂടുതലും. നമുക്കത് പ്രൗഡായിട്ട് കാണാം. നിങ്ങളുടെ വാണി വിശ്വനാഥ് ആക്ട്രസിന്റെ ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ കട്ടിയുള്ള ശബ്ദമാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു. അത് പ്രൗഡായിട്ട് കാണാം, അത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്റെ ശബ്ദം അതുപോലെ തന്നെയാണ്. ഞാൻ ഒരിക്കലും ശബ്ദം താഴ്ത്തി സംസാരിക്കാറില്ല. അതായത് എനിക്ക് ഈ ശബ്ദം ഞാൻ പ്രൗഡായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഞാൻ ആണായിട്ടുള്ള സമയത്ത് ഞാൻ സംസാരിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. അപ്പൊ കൂടുതൽ ആൾക്കാരും എന്നെ പെണ്ണായിട്ട് കാണാറുള്ളൂ. നമ്മളുടെ സംസാര ശൈലി പെണ്ണിൻ്റെതും വോയിസ് വന്നിട്ട് ആണിൻ്റെതുമാണ്. ഞാൻ കോൾ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും എന്നെ മാഡം എന്നാണ് വിളിക്കാറ്. 50-60 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ശബ്ദമായിട്ടാണ് അവർക്ക് തോന്നുന്നതെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ അടുത്ത് പ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 22 വയസ്സ്. അപ്പൊ നിങ്ങളുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് 50 വയസ്സ് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പുരുഷന്റെ ശബ്ദം ആയതുകൊണ്ട്, പെണ്ണിന്റെ ശൈലി ആയതുകൊണ്ട് വയസ്സായവരുടെ ഒരു ശബ്ദമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. കോള് മാത്രമല്ല, നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോയിലൂടെ കാണുന്നതുകൊണ്ട് ഒരുപക്ഷെ എന്റെ പ്രായം മനസ്സിലാവും, ഞാൻ ട്രാൻസാന്നുള്ളത് മനസ്സിലാവും. ഇത് നമ്മൾ കോളിലൂടെ സംസാരിക്കുമ്പോൾ, ഞാൻ കോൾ സെന്ററിൽ എൻ്റെ പേര് ഷാനു എന്നായിരുന്നു. അപ്പൊ ഷാനു എന്നുള്ള പേര് ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട്. അപ്പോൾ ഞാൻ തമിഴ് കോൾ സെന്ററിലായിരുന്നു ആദ്യം. ആ സമയത്തൊക്കെ കൂടുതൽ ആൾക്കാർ ഷാനു എന്ന് കേൾക്കുമ്പോൾ പെണ്ണിന്റെ പേരാണെന്ന് വിചാരിച്ചിട്ട് മാഡം എന്നാണ് വിളിക്കാറ്. എനിക്ക് കൂടുതലും ആ സമയങ്ങളിൽ എന്നെ മാഡം വിളിച്ചിട്ടുള്ളൂ. 1-2 പേര് മാത്രമേ സാറിന് വിളിക്കുള്ളൂ. ചിലവർ ചോദിക്കും ரொம்ப അഴകാ പേசுறீங்க സാർ, നിങ്ങൾ പിന്നെ പൊണ്ണുങ്ക പേര് വെച്ചിരിക്കുക, അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതായത് നന്നായി നിങ്ങൾ ആണിനെ പോലെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്താണ് പെണ്ണിന്റെ ഒരു പേര്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും ഷാനു എന്നുള്ള പേര് ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട്. ഞാൻ അതിനു വേണ്ടി തന്നെ ആ പേര് ഇട്ടത്. പൊതുവെ നമ്മൾ കോൾ സെന്ററിലെ ഒറിജിനൽ പേരല്ല അവിടെ യൂസ് ചെയ്യാറ്. എല്ലാ കോൾ സെന്ററിലും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ
റേഡിയോ ജോക്കീസ് ഒക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഒറിജിനൽ പേര് പറയില്ല. കാരണം നമ്മളും കസ്റ്റമറും തമ്മിൽ പേഴ്സണലി കോൺടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസിന്റെ റൂൾസ് ആണ്. അത് എല്ലാ കോൾ സെന്ററിലും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ഫേക്ക് നെയിം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ കമ്പനി, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയെ കുറിച്ചും പറയില്ല. അത് അവിടുത്തെ റൂൾസ് ആണ്. അത് കോൾ സെന്ററിൽ എല്ലാ സ്ഥലത്തുള്ളതാണ്. ഈ പറഞ്ഞ പോലെ കോൾ സെന്ററിന്റെ ഒരു സിനിമയുണ്ട്, ജയസൂര്യയുടെ ഒരു സിനിമ. അവർ രണ്ടുപേരും കോൾ സെന്ററിൽ റേഡിയോ ജോക്കി ആയിരിക്കും. ഇവൻ കസ്റ്റമറായിട്ട് വിളിക്കും, സംസാരിച്ച് വഴക്കാവും. പക്ഷെ ഇവർ രണ്ടുപേരും അവസാനം കല്യാണം ചെയ്യും. പക്ഷെ ആ സിനിമ എനിക്ക് പേര് ഓർമ്മയില്ല. അതിലങ്ങനെയാണ്, ഒറിജിനൽ പേര് അതിൽ പറയുന്നില്ല. എല്ലാ കോൾ സെന്ററിലും അങ്ങനെയാണ്. പിന്നെ പറഞ്ഞ പോലെ മേരിക്കുട്ടിയിലും അങ്ങനെയാണല്ലോ, ഫേക്ക് നെയിം ആണ് യൂസ് ചെയ്യുന്നത് ആ കോൾ സെന്ററിൽ. കാരണം നമ്മൾ പേഴ്സണലി നമ്മളാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഞാൻ കോൾ സെന്ററിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ഇപ്പം ഡയറക്റ്റ് എന്നെ കാണാൻ ഈ കുട്ടിയാണ് അതിൽ സംസാരിച്ചില്ല, അപ്പം നമ്മളോട് ഇഷ്ടം ഉണ്ടാവും. അപ്പം നമ്മളോട് അവർ പേഴ്സണലി കോണ്ടാക്ട് വെക്കും. അപ്പം അത് കമ്പനിക്കൊരു നഷ്ടമായിരിക്കും. അവരുടെ സ്ഥാപനത്തിൽ ഒരു കസ്റ്റമർ നമ്മളായിട്ട് പേഴ്സണലി കോണ്ടാക്ട് വെക്കുന്നത്. പിന്നെ അവർക്ക് കമ്പനിയെ വിളിക്കില്ല, നമ്മളെ ആയിരിക്കും വിളിക്കുക. അതുകൊണ്ട് അങ്ങനെ കമ്പനിയുടെ റൂൾസാണ് പേഴ്സണലി കോണ്ടാക്ട് വരാതിരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും. ആ കമ്പനിയായിട്ട് പ്രശ്നമുള്ള ഒരാൾക്കാരായിരിക്കും, ഞാനാണ് ആ കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ നമ്മളടുത്ത് പേഴ്സണലി വഴക്കിന് വരാൻ സാധ്യതയുണ്ട്. ഒരു സ്ഥാപനം ആകുമ്പോൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പം എനിക്ക് ആണായിട്ടുള്ള സമയത്ത് കൂടുതൽ ആൾക്കാർ മാഡം എന്നാണ് വിളിക്കാറ്. ഇപ്പോഴും ഞാൻ കോൾ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പെണ്ണായി, പക്ഷെ ഞാൻ കോൾ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ സാറിനാണ് വിളിക്കാറ്. അതെന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അന്നും ഇന്നും ഒരേ വോയിസ് ആണ്. പക്ഷെ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ഫെമിനിറ്റി ആയതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എനിക്കെന്തോ അങ്ങനെയാണ്, ഇപ്പം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് അങ്ങനെയാണ്. പിന്നെ ആണായിരിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ പേടിച്ച് സംസാരിക്കുന്നതുകൊണ്ട് പെണ്ണിനെ പോലെ തോന്നും. ഇപ്പം ഞാൻ പെണ്ണായതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ സംസാരിക്കുന്നത് ചിലപ്പോൾ ഒരു ആണിൻ്റെ ശബ്ദമായിട്ട് തോന്നുന്നുണ്ടാവുമായിരിക്കാം. ഇതേ ശബ്ദം ചില വ്യക്തികൾക്ക് ആണായിട്ട് തോന്നും, ചില വ്യക്തികൾക്ക് പെണ്ണായിട്ട് തോന്നും, ചില വ്യക്തികൾക്ക് മിക്സഡ് ആയിട്ട് തോന്നും. ചിലവർ ട്രാൻസ് ആണെന്ന് ചോദിക്കും, അത് അവർക്ക് മനസ്സിലായിട്ട് ചോദിക്കും. അപ്പം ഞാൻ ഒരിക്കലും പേര് ഡിക്ലെയർ ചെയ്യാറില്ല. എൻ്റെ ഓഫീസിൽ എൻ്റെ ഒറിജിനൽ പേരാണ്. ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എൻ്റെ ഒറിജിനൽ പേരാണ്. അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം അവർക്ക് ഞാൻ ഹണി എന്നുള്ള പേര് പറയാറുള്ളൂ. ഇനി ഹണില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കും ഇങ്ങനെ ആണിന് ചിലപ്പോൾ പെണ്ണിന് ആണിൻ്റെ വോയിസ് ഉണ്ടാവില്ല, അങ്ങനെ ചിന്തിക്കാം. ചിലവർ എടുത്ത് ചോദിക്കും ഡൗട്ട് എടുത്തിട്ട്, നിങ്ങൾ ആ ശബ്ദം എന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഹോർമോണിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറയും. പിന്നെയും എനിക്ക് കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ പിന്നെയും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ മെയിലായിരുന്നു, ഫീമെയിലായിട്ട് മാറിയതാണ്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഇങ്ങനെയെന്നുള്ളത് പറയും. ചിലവരുടെ അടുത്ത് ഞാൻ പറയില്ല, ഹൈഡ് ചെയ്യും. ഞാൻ ഫീമെയിൽ ആണല്ലോ, ആധാർ കാർഡൊക്കെ ഫീമെയിൽ ആണ്, ഞാൻ ആധാർ കാർഡ് അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ID കാർഡൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞേക്കും. ഞാൻ അത് ചില സ്ഥലത്ത് ഞാൻ ഡിക്ലെയർ ചെയ്യില്ല. കാരണം നമുക്കതായിരിക്കും സേഫ്. നമുക്കത് വിശ്വാസമാണെങ്കിൽ നമുക്ക് സംസാരത്തിൽ അറിയാൻ പറ്റും. വിശ്വാസമാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യാറുള്ളൂ. ചിലവരത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ശബ്ദത്തിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ, അതായത് ഞാൻ പ്രൗഡായിട്ട് ചിന്തിക്കാറ്, ഞാൻ എപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടേ സംസാരിക്കാറുള്ളൂ. ഞാൻ അത് പ്രൗഡായിട്ട് കാണുന്നു. ഒരു പെണ്ണിനാണിൻ്റെ ശബ്ദം ഉള്ളപ്പോൾ നമ്മളത് പ്രൗഡായിട്ട് ഞാൻ കാണുന്നു. എല്ലാ ട്രാൻസ്ഫോമറിനും അത് കാണണമെന്നില്ല. എല്ലാ ട്രാൻസ്ഫോമേഴ്സിനും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. എല്ലാവരും ഇങ്ങനെ ശബ്ദം താഴ്ത്തി സംസാരിക്കും. ഞാൻ ശബ്ദം താഴ്ത്തി സംസാരിച്ചൊരു പെണ്ണിൻ്റെതായിട്ട് തോന്നിക്കും. പിന്നെയും കുറച്ച് നമുക്ക് 3-4 വോയിസിൽ ഇങ്ങനെ സംസാരിക്കാൻ കിട്ടും. കുറച്ച് താഴ്ത്തി കുറെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വോയിസ് തെറാപ്പി എന്ന് പറയും. ഒട്ടുമിക്ക ട്രാൻസും അത് വോയിസ് തെറാപ്പി ചെയ്യും. അതായത് നമ്മൾ സംസാരിച്ച് നമ്മളുടെ ശബ്ദം താഴ്ത്തി നമുക്ക് ശബ്ദം എടുത്തൊക്കെ സംസാരിക്കുന്നവരുണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റും. എനിക്കും അത് പറ്റും. 2-3 വോയിസിൽ സംസാരിക്കാൻ പറ്റും. കുറച്ചുകൂടെ ശബ്ദം താഴ്ത്തി കുറച്ചുകൂടെ പെണ്ണിനെ പോലെ തോന്നും. പിന്നെയും കുറച്ചുകൂടെ താഴ്ത്തി സംസാരിച്ചാൽ പിന്നെയും ഒരു പെണ്ണിനെ പോലെ തോന്നും. പിന്നെ ശബ്ദം എടുത്ത് സംസാരിച്ചാൽ ശരിക്കും പെണ്ണിനെ പോലെ തോന്നും. ചില സമയത്ത് ശബ്ദം എടുത്ത് സംസാരിച്ചാൽ ആണ് പെണ്ണിനെ പോലെ സംസാരിക്കുന്നതായി തോന്നും. ചില ആണുങ്ങളെങ്കിലും ശബ്ദം എടുത്ത് സംസാരിക്കില്ല, കളിയാക്കിയിട്ടൊക്കെ സംസാരിക്കുന്ന പോലെയാവും. അപ്പം നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്താലേ ഒറിജിനൽ പെണ്ണിൻ്റെ ഒരു വോയിസ് വരുള്ളൂ. അപ്പം ഞാൻ കോൾ സെന്ററിൽ ചിലപ്പോൾ അത് വോയിസ് ഇഷ്യൂസ് ആയിട്ട് വരും. ഈ ഇടയ്ക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ ശബ്ദം കേട്ട ആൾക്കൊരു സംശയം, ഞാൻ ആണാണോ പെണ്ണാണോ. കാരണം പേരൊക്കെ പെണ്ണും ഡീറ്റെയിൽസ് ഒക്കെ പെണ്ണിൻ്റേത്, പക്ഷെ ശബ്ദം മാത്രം ഇങ്ങനെ. പക്ഷെ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒറിജിനൽ വോയിസിലാണ് സംസാരിക്കാറ്. പിന്നെയും ഞാൻ ചിന്തിച്ചു സ്ഥാപനത്തിന് അതൊരു ബുദ്ധിമുട്ടായാലോ, ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് അതിൻ്റെ പേരിൽ ജോലി നഷ്ടമാവാം. അപ്പോൾ ഞാൻ പിന്നെ ചിന്തിച്ചു, എനിക്കൊരു വാശിയായിരുന്നു എനിക്ക് ഈ വോയിസിൽ തന്നെ സംസാരിക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ശബ്ദം താഴ്ത്തിയൊക്കെ പെണ്ണിനെ പോലെ സംസാരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. വോയിസൊക്കെ അയക്കുമ്പോൾ പരിശ്രമിക്കും. കാരണം നമുക്ക് അഹങ്കരിച്ചിട്ട് കാര്യമില്ല, ജോലി നമുക്ക് ആവശ്യമാണ്.
അപ്പൊ സ്ഥാപനത്തിനും അതൊരു പ്രശ്നമാവും. അനിലിക്ക് മാത്രം എന്ന് കസ്റ്റമർ പ്രശ്നമാവുന്നു എന്ന് അവർക്ക് തോന്നിയത് നമ്മള് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും. ഒരു ട്രാൻസിന് എന്തിനാ നമ്മൾ ജോലിക്ക് വെക്കുന്ന പറഞ്ഞു വിടാന്ന് ചിന്തിക്കും. അപ്പൊ എന്നെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആൾ കുറെ സപ്പോർട്ടീവാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഗുണമാണ്. എന്തുണ്ടെങ്കിലും എന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ. എന്നാലും ഞാൻ അവരെ അത്രയും നമുക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് മാറണം എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഇപ്പൊ ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. അതിലൊരു ഹാപ്പിനെസ് ഉണ്ട്. ഇപ്പൊ ശബ്ദം താഴ്ത്തി സംസാരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ മാഡം, ചേച്ചി എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ സാഹചര്യം അനുസരിച്ച് ശബ്ദം താഴ്ത്തി സംസാരിക്കും. പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ ഉറങ്ങി എണിച്ചു കഴിഞ്ഞാൽ എന്റെ ശബ്ദത്തിന് നല്ല കട്ടി കൂടുതലായിരിക്കും. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പിന്നെ ഹോർമോൺ എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് അങ്ങനെയാണ്. ഉറങ്ങി എണിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടി ശബ്ദമായിരിക്കും. ഇപ്പൊ കോൾ സെന്ററിൽ ഞാൻ രാവിലെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം, അതായത് കുറേ നേരം, രാവിലെ നല്ല കട്ടി വോയിസ് ആയിരിക്കും. കുറേ നേരം സംസാരിച്ച് വൈകുന്നേരം ആകുമ്പോൾ എന്റെ വോയിസ് ഒന്ന് സോഫ്റ്റ് ആവും. അപ്പൊ ചില വ്യക്തികൾ രാവിലെ വിളിച്ചിട്ട് വൈകുന്നേരം വിളിക്കുമ്പോൾ മാഡം രാവിലെ വിളിച്ച സാറെടുത്ത് കൊടുക്കുന്നു പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് അത് പറഞ്ഞവർ വിശ്വസിക്കില്ല. അപ്പൊ ഞാൻ പറയും രാവിലെ സംസാരിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കാണിക്കാന്ന് പറയും. ഞാൻ എന്താ പറഞ്ഞു കൊടുക്കും. ശരിയാണല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്റെ ശബ്ദം അങ്ങനെയാണ്, രാവിലെ എനിക്ക് കുറച്ച് കട്ടി കൂടുതലായിരിക്കും, അത് സംസാരിച്ച് സോഫ്റ്റ് ആവും, വൈകുന്നേരം ആവുമ്പോൾ ശരിയാവുന്ന പറയുമ്പോൾ അവർ വിശ്വസിക്കും. ചില വ്യക്തികൾക്ക് നമ്മൾ സംസാരിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളടുത്ത് തന്നെ സംസാരിക്കുള്ളൂ. അപ്പൊ വേറൊരു മാഡം സംസാരിക്കുമ്പോൾ അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അവര് പറയും എനിക്ക് ആ സാറടുത്ത് തന്നെ സംസാരിക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ പറഞ്ഞാലും ഞാൻ എന്റെ പേര് പറയും, ഞാൻ തന്നെയാണ് ഇതെന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കില്ല. അങ്ങനെ കോൾ സെന്ററിൽ എനിക്ക് 2-3 പേരുണ്ടായിരുന്നു. ഷാനു എന്നുള്ള പേരാണ് ഞാൻ ആദ്യം ഇട്ടുണ്ടായിരുന്നത്. പിന്നെ കുറെ പേര് മാഡം വിളിക്കും. കാരണം നമ്മൾ ഓഫീസിൽ ഒരു ബോയ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സാർക്ക് അറിയില്ല എന്റെ ഈ കാര്യം. അപ്പോൾ സാറ് അറിയാൻ നമുക്ക് പെണ്ണിന്റെ പേരിടാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ സാറിന്റെ ആണെന്നുള്ള പേരിലാണ് ഷാനു എന്നിട്ടത്. അപ്പൊ സാറിന്റെ മുന്നിൽ ഞാൻ ആണും കസ്റ്റമർക്ക് ഞാൻ പെണ്ണുമാണ്. പിന്നെ സാറെടുത്ത് ഞാൻ അത് ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെ കൂടുതൽ എന്റെ ശബ്ദം പെണ്ണിന്റേതുപോലെ തോന്നിയിട്ട് എല്ലാവരും മാഡം എന്നാ വിളിക്കാറ്. അപ്പൊ ഞാൻ ഇങ്ങനെ പെണ്ണിനെ പോലെ സംസാരിക്കും. അത് കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും ഓർഡർ ആക്കിയാൽ മതി. അപ്പോഴും സാർക്കറിയില്ല ഞാൻ ട്രാൻസ് ആണ്, ഓർഡർ ആക്കാൻ വേണ്ടി സംസാരിക്കുന്നുള്ള രീതിയിൽ സാർ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇട്ട പേര് സൂര്യ ശിവകുമാർ എന്നാണ്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ എൻ പേര് സൂര്യ എന്ന് പറയും. സൂര്യ എന്ന് പറയുമ്പോൾ ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട്. അപ്പോൾ ശിവകുമാർ എന്നും കൂടി ഇടും. ചിലവർക്ക് ആണായിട്ട് തോന്നും. അപ്പൊ സൂര്യ എന്ന് ഇടുമ്പോൾ പെണ്ണാണെന്ന് വിചാരിക്കും ചിലവർ ആണാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ പേരും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ മാഡം എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയും എന്റെ പേര് സൂര്യ, ഹസ്ബൻഡിന്റെ പേരാണ് ശിവകുമാർ എന്ന് പറയും. സാറിന് വിളിക്കുകയാണെങ്കിൽ എന്റെ പേര് സൂര്യ ശിവകുമാർ, ടോട്ടലി ഒരുമിച്ച് പറയും. അപ്പൊ അങ്ങനെ അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോൾ സെന്റർ മാറിയപ്പോൾ ഭാനു പ്രസാദ് എന്നായിരുന്നു. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് ഭാനു, ഹസ്ബൻഡിന്റെ പേര് പ്രസാദ് എന്ന് പറയും. പിന്നെ ആരെങ്കിലും ആ സാർ എന്നാണ് വിളിക്കണമെങ്കിൽ എന്റെ പേര് ഭാനു പ്രസാദ്, ഒരുമിച്ച് ഒരു ആണിന്റെ പേരായാലും അവർക്കൊരു ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മിക്സഡ് പേര് ആഡ് ചെയ്തിട്ടത്. അപ്പൊ സാർ എന്ന് പറയുന്നവരടുത്തും മാഡം എന്ന് പറയുന്നവർക്ക് ഭാനുപ്രസാദ് മാഡം എടുക്കുക, ഭാനുപ്രസാദ് സാർ എടുക്കുക, അങ്ങനെയാണ് ചോദിച്ചു വിളിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു ഗുണമാണ്. എൻ്റെ ഒരു ടിപ്സ് ആയിരുന്നു അത്. നമ്മൾ മെയിൽ പേര് മാത്രം ഇടുന്നു, അപ്പോഴും ചിലവർ മാഡം എന്ന് വിളിക്കുമ്പോൾ പ്രശ്നമാണ്. ഫീമെയിലിന്റെ പേരിടുമ്പോഴും പ്രശ്നമാണ്. മിക്സഡ് പേരിടുമ്പോഴും അവർക്കൊരു ഡൗട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ ഇട്ടത് അങ്ങനെ 2 പേര് ആഡ് ചെയ്തിട്ടിട്ട് അതെനിക്ക് ഗുണം ചെയ്തിട്ടുള്ളൂ. എൻ്റെ കോൾ സെന്ററിലെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. എൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ട്, പിന്നെ ശബ്ദത്തിന്റെ പ്രശ്നം കുറെ ഉണ്ടായിരുന്നു, ഓഫീസിലും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഓഫീസിൽ ശബ്ദത്തിന്റെ കാര്യത്തിൽ ഈ ശബ്ദം കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കോൾ സെന്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ചില ഫ്രോഡുകളൊക്കെ വിളിക്കും. ഫ്രോഡുകൾ പറഞ്ഞാൽ നമ്മൾ സൊള്ളിക്കൊണ്ടിരിക്കുന്ന പെണ്ണാന്ന് അറിയുമ്പോൾ കുറെ പേര് വിളിച്ചിങ്ങനെ ശല്യം ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഈ വോയിസ് സഹായിച്ചിട്ടുണ്ട്. മറ്റുള്ള സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ വിളിച്ചിട്ട് ആണായിട്ട് സംസാരിക്കും. അപ്പൊ അവന്മാരുടെ കോൾ വിളിയൊക്കെ നിൽക്കും. പിന്നെ എൻ്റെ ഈ പെണ്ണിന്റെ ശബ്ദം കൊണ്ട് ചിലപ്പോൾ നമ്മൾ നല്ല രീതിക്ക് സംസാരിച്ച് കാൻവാസ് ചെയ്ത് വീഴ്ത്തിയാൽ മാത്രമേ ഓർഡർ ആവുള്ളൂ. അപ്പൊ നമ്മൾ ഈ പെണ്ണിന്റെ ഒരു ശബ്ദം അതിനും യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ചില ഫ്രോഡുകൾ നമ്മൾ മയക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കോൾ സെന്ററിൽ കുറെ രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം കസ്റ്റമർ. അപ്പം ഞാൻ ശബ്ദമൊക്കെ എടുത്ത് നമ്മൾ ഒരു രീതിയിൽ സംസാരിച്ച് എന്താ പറയാ വീഴ്ത്താന്ന് പറയില്ലേ, സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പെണ്ണ് എങ്ങനെ സംസാരിക്കും. കുറെ പേര് പെണ്ണുങ്ങൾ സംസാരിച്ച വീഴും. പൊതുവെ എല്ലാ സ്ഥാപനത്തിലും പെണ്ണുങ്ങളെ വെക്കുന്നത് അവരുടെ ക്യാൻവാസിങ് ആണ്. മോശമായിട്ടല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുള്ള പുരുഷന്മാരായിരിക്കും ചിലവര്. ചില പുരുഷന്മാര് എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യം, തുറന്ന് സംസാരിക്കാൻ ആണ് തന്നെ വേണമെന്ന് പറയും. അപ്പോഴും ഞാൻ അപ്പൊ എനിക്ക് ആ കോൾ സെന്ററിൽ എന്റെ ശബ്ദം കൊണ്ട് എനിക്ക് 2 ജോലിയും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അവിടെ പുരുഷന്മാരില്ല.
പുരുഷന്മാരൊന്നും നിൽക്കുന്നില്ല ആ ജോലിയിൽ. അവരെയൊക്കെ പറഞ്ഞു വിട്ടു, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഞാൻ മെയിലായിരുന്നു. ഞാൻ ഒരാണ് മാത്രം അവസാനം ഉണ്ടായിരുന്നു. കുറെ ആൺപിള്ളേരുണ്ട്, അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കി പോയി. വരുന്നവരൊന്നില്ലെങ്കിൽ പെണ്ണുങ്ങളായിട്ട് ലൈൻ ആവുക, അല്ലെങ്കിൽ അവിഹിത ആവുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നേരെ ജോലിക്ക് വരില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ മാത്രം ഒരു ബാലൻസ് ഒരു ആണുണ്ടായിരുന്നു. അവസാനം ഞാൻ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സാറിയിരുന്നു. നല്ലൊരു ചെറുക്കൻ, പെണ്ണുങ്ങൾക്ക് ഉപദ്രവമില്ലാത്തൊരു ചെറുക്കൻ, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ചെറുക്കൻ. അങ്ങനെ ഞാൻ പെണ്ണായി. അതുകൊണ്ട് എന്റെ ശബ്ദം കൊണ്ട് ആണിന്റെ ജോലിയും പെണ്ണിന്റെ ജോലിയും ചെയ്തു. മറ്റുള്ളവർക്ക് എന്ന് പറയുമ്പോൾ പെണ്ണിന്റെ ജോലി മാത്രം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ വോയിസ് കൊണ്ട് ഒരു ഫ്രോഡിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു ഫ്രോഡിന് സംസാരിച്ച് വീട്ടിൽ ക്യാൻവാസ് ചെയ്ത് ഓർഡർ എടുപ്പിക്കാൻ സാധിക്കും. പിന്നെ ചില ആണുങ്ങൾക്ക് ആണിനോട് തുറന്നെല്ലാം സംസാരിക്കും എന്നുള്ള രീതിയിൽ വിളിക്കും. അപ്പം നമുക്കൊരു ആണിൻ്റെതായ ഒരു ഗുണമാണ്. അതുപോലെ ചിലവർക്ക് പെണ്ണിനോട് സംസാരിക്കാനാണ് താല്പര്യം, പെണ്ണിൻ്റെതായ വോയിസിൽ സംസാരിക്കുന്നു. ചില സ്ത്രീകൾക്ക് പെണ്ണിനോട് സംസാരിക്കാനായിരിക്കും താല്പര്യം, ആണിനോട് സംസാരിക്കാൻ താല്പര്യം. അപ്പോഴും ഞാൻ പെണ്ണായിട്ട് സംസാരിക്കും. അവരെന്നെ പറയും, മാഡം നിങ്ങൾ എന്നെ പോലെ, അതായത് നിങ്ങൾ എന്നെ പോലെയാണല്ലോ, ഒരു സ്ത്രീയാണ്, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ സംസാരിക്കും. അപ്പോൾ എൻ്റെ ഒരു വോയിസ് കൊണ്ട് എനിക്ക് മൾട്ടിപ്പിൾ ജോലിയായിരുന്നു. അതിലെനിക്ക് ഗുണവും ചെയ്തിട്ടുണ്ട്, ദോഷവും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. അപ്പൊ ഈ വോയിസ് ഇട്ട ആളുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് പ്രൗഡായിട്ട് കാണാം. പിന്നെ ചില വ്യക്തികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത് ബുദ്ധിമുട്ടാണ്. അവരൊക്കെ ഇങ്ങനെ ശബ്ദം താഴ്ത്തി ശബ്ദം എടുത്തിട്ടൊക്കെ സംസാരിക്കാൻ. അപ്പൊ എനിക്കതൊക്കെ ബുദ്ധിമുട്ടായിട്ട് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നും. അതുപോലെ ഇപ്പൊ ശബ്ദത്തിന്റെ കാര്യം ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തി, ഇപ്പൊ നമ്മൾ ഈ ആപ്പിൾ കാണുമ്പോൾ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യും നമ്മളെ ട്രാൻസ് ആണ് അല്ലെങ്കിൽ മെയിൽ ആയിരുന്നു എന്ന് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ഇതിന് സർജറി ഉണ്ട്. നമ്മൾ ആപ്പിൾ റിമൂവ് ചെയ്ത് കളയും, ഇത് കട്ട് ചെയ്ത് കളയും. ആ കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് ശബ്ദം ഒരിക്കലും മാറില്ല, ആ മുഴ അങ്ങോട്ട് മാറും. അപ്പൊ നമുക്കൊരു കാണുന്ന സമയത്ത് ഒരു പെണ്ണാന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ശബ്ദത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മളുടെ പെണ്ണിന്റെ പോലെ ശബ്ദം വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ശബ്ദം മാറ്റാനുള്ള ശസ്ത്രക്രിയ ഉണ്ട്. അപ്പോൾ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം നമുക്ക് സക്സസ് ആവുമെന്ന് അറിയില്ല. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ശസ്ത്രക്രിയ ചെയ്തവരുടെ ശബ്ദം ഒരുമാതിരി അടഞ്ഞ ഒരു പെണ്ണിന്റെ ശബ്ദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. കണ്ടവരുടെ ഒരു അടഞ്ഞ ഒരു പെണ്ണിന്റെ വോയിസ് ആണ്, എന്നാലും ഒരു അടഞ്ഞൊരു ശബ്ദമായിട്ട് തോന്നുന്നു. എനിക്കതൊരു കംഫർട്ടബിൾ ആയിട്ടൊരു തോന്നുന്നില്ല. പിന്നെ ഞാൻ ഇത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ മാസ്കുലിൻ ലുക്കാണ്, അല്ലെങ്കിൽ പ്രൗഡായിട്ട് കാണുന്നു. അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ഒരു പെണ്ണ് ഒരു ആണിനെ പോലെ ഉള്ളത് ഞാൻ പ്രൗഡായിട്ട് കാണുന്നുള്ളൂ. പിന്നെ എൻ്റെ ശബ്ദം ഞാൻ പ്രൗഡായിട്ട് കാണുന്നുള്ളൂ. ഞാൻ ആരുടെ സംസാരിക്കുമ്പോൾ തല ഉയർത്തി ശബ്ദം ഉയർത്തി സംസാരിക്കുള്ളൂ. ഒരു പെണ്ണായിട്ട് നമ്മൾ കാഴ്ചക്ക് നമ്മൾ പെണ്ണാണല്ലോ, അത് മതി എനിക്ക് ശബ്ദം പെണ്ണിൻ്റെതാക്കണം ആഗ്രഹം എനിക്കില്ല. അപ്പോൾ ശബ്ദം കൊണ്ട് ഞാൻ അഭിനയിക്കാറുമില്ല. എനിക്കത് പ്രൗഡാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആപ്പിൾ റിമൂവ് ചെയ്യണം അതൊന്നും എനിക്കില്ല. പണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ആരും തിരിച്ചറിയാൻ പറ്റാത്ത പെണ്ണാവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഇതിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അത്യാഗ്രഹങ്ങളാണ്. ആവശ്യമുള്ളവരത് ചെയ്തോട്ടെ, അതിന് ഞാൻ തടസ്സമില്ല. പക്ഷെ എനിക്കിത് അത്യാഗ്രഹമാണ്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചെയ്തു, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. ഫ്യൂച്ചറിൽ ഒരുപക്ഷെ ചെയ്യാതിരിക്കാം, മാക്സിമം ചെയ്യില്ല. എൻ്റെ ജോലി, എൻ്റെ വരുമാനം എന്ന് പറയുമ്പോൾ എൻ്റെ ഈ ശബ്ദമാണ്. ശബ്ദം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, കോൾ സെന്ററിലാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ സർജറിയൊക്കെ ചെയ്ത് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ചിലപ്പോൾ ഫ്യൂച്ചറിൽ എനിക്കത് ജോലിക്ക് തടസ്സമാകും. എൻ്റെ ജോലി തന്നെ ഒരു ശബ്ദമാണ്. കോൾ സെന്ററിൽ വർക്ക് ചെയ്ത് സത്യം പറഞ്ഞ ഒരു ചെവിയും പോയി, ഒരു കണ്ണും പോയി, നമ്മൾ ചാറ്റ് ചെയ്തിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ശബ്ദം കൂടെ പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ ശബ്ദം എനിക്ക് വേണം. ശബ്ദത്തിൽ ഞാൻ പ്രൗഡ് ചെയ്യുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു തവണ ടോയ്ലറ്റിൽ കയറുന്ന സമയത്ത് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ടാവായിരിക്കാം. ആൾക്കാർ അവിടെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന കാശ് വാങ്ങിക്കുന്ന ആള് പറയാം, നിങ്ങൾ എന്തിനാ അതിൽ കയറുന്ന ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ലേഡിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ലേഡിയാണ്. അതായത് ഞാൻ സംസാരിക്കുന്ന ഈ ഒരു ശബ്ദത്തിലാണ്, ഞാൻ ലേഡിയാണ്. അങ്ങനെ ഞാൻ പറയില്ല, ഞാൻ ലേഡിയാണ്. അപ്പോഴും ഞാൻ ശബ്ദം ഉയർത്തിട്ടേ പറയുള്ളൂ. കാരണം ഞാൻ പെണ്ണാണ്, എൻ്റെ ID കാർഡ് എനിക്കുണ്ട്. അതുകൊണ്ട് ആ കോൺഫിഡൻസ് ആണ്. ആണിനെ പോലെ സംസാരിക്കണതുകൊണ്ട് നമ്മളെ പെണ്ണല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അപ്പോഴും ഞാൻ ശബ്ദം താഴ്ത്തി സംസാരിക്കാറില്ല. അതുപോലെ വീണ്ടും വരുന്നതാണ് ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുങ്ങാറില്ല, കമ്മല് വള മാല, എനിക്ക് മുടിയില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ഒരു ചുരിദാർ ഇട്ടിട്ട് പോയി, കോളറുള്ള ചുരിദാറായിരുന്നു. അപ്പൊ ഒരാള് പറയാ, നീ ഇതിലോട്ട് കയറുന്നു പറഞ്ഞു, കാശ് വാങ്ങിക്കുന്ന ആൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഇതിലേ കയറാൻ പറ്റുള്ളൂ, ഞാൻ ലേഡിയാന്ന് പറഞ്ഞു. ഈ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോ അയാളെ പറയാം, നിങ്ങളെ ലേഡിയാണോ? അതൊന്നും പറഞ്ഞാൽ പറ്റൂല, നിങ്ങൾ ഇതിൽ കയറുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആളെ കണ്ടാൽ മനസ്സിലാവില്ല, ഇങ്ങനെ ഞാൻ സംസാരിക്കണത്.
ഈ ശബ്ദത്തിൽ. ആളെ കണ്ടാൽ മനസ്സിലാവില്ല ആണാണോ പെണ്ണാണോ ചോദിച്ചു. അപ്പൊ അവര് പറയാ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു ആണുങ്ങളാണോ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കാൻ ചോദിച്ചു. അപ്പൊ അയാൾ പറയാം ഷോൾ ഇട്ടതുകൊണ്ട് നിങ്ങളെ പെണ്ണാവണം എന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ല വിഷമം തോന്നി. എനിക്കൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കുള്ളൂ. മുടിയില്ല, കമ്മലില്ല, വളയില്ല, കണ്ണെഴുതിയിട്ടില്ല, പൊട്ടി വെച്ചിട്ടില്ല, ലിപ്സ്റ്റിക് ഇതൊന്നും ഫേസിൽ നമ്മളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ആൺകുട്ടികളെ പോലെ പിന്നെ കോളറുള്ള ഒരു ചുരിദാറായിരുന്നു. ഷോൾ ഇങ്ങനെയാണ് ഇട്ടത്. ആണുങ്ങൾ അങ്ങനത്തെ ഡ്രസ്സുകളെ വീടാറല്ലോ. പിന്നെ എന്റെ ബ്രസ്റ്റ് ആണെങ്കിൽ അങ്ങനെ കാണുമില്ല. എന്റെ ഡ്രസ്സ് ഊരിയാൽ മാത്രം എന്റെ സൈസ് അറിയില്ല. എന്റെ ബ്രസ്റ്റ് അങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കാത്തതുകൊണ്ട് അറിയൂല. ബാഗാണെങ്കിൽ ഒരു ബോയുടെ ഒരു 2 സൈഡുള്ള ബാഗുമായിരുന്നു. അപ്പൊ അവർക്ക് ഐഡന്റിഫൈ ചെയ്തു. പിന്നെ ഒരു കുപ്പി വളയുണ്ടായിരുന്നു. പെട്ടെന്ന് അവരത് ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ ചെരുപ്പൊക്കെ നമ്മളെ ലേഡീസ് ചെരുപ്പ് തന്നെയാണ്. പക്ഷെ എന്നാലും അത് മിക്സഡ് ആയിരുന്നു. അവർക്ക് അത് മനസ്സിലായില്ല. അവരെയും നമുക്ക് തെറ്റു പറയാനില്ല. എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നത്. ഞാൻ വേഗം ID കാർഡ് എടുക്കാൻ നിന്നപ്പോൾ അയാൾക്ക് മനസ്സിലായും തോന്നുന്നു, നിങ്ങൾ പെണ്ണല്ലേ പറയുന്നത്, പോയി മൂത്രമൊഴിച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ല വിഷമം ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് കമ്മലും വളയൊക്കെ അല്ലെങ്കിൽ പെണ്ണിൻ്റെതായത് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള കോളറുള്ള ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ സാരി എടുക്കാം. അപ്പൊ ഇഷ്യൂസ് ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് വള മാലയെങ്കിലും ഇടണം, കമ്മലെങ്കിലും ഇങ്ങനെ ഹാങ്ങിങ്ങിന്റെ കമ്മലെങ്കിലും ഇടണം. അവരെയും നമ്മൾ തെറ്റു പറയാനില്ല. ആണാന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പിന്നെ പെണ്ണാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മുടി വേണം, കമ്മലിടണം, വളയിടണം നിർബന്ധമില്ല. പിന്നെ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. ഇപ്പൊ സാധാരണ ഒരു പെണ്ണാണെങ്കിൽ ഈ ബോയ് കെട്ടടിച്ച് പാന്റും ഷർട്ടൊക്കെ ഇട്ടാലും അവർക്ക് കണ്ടാലും മനസ്സിലാവും ഒരു പെണ്ണാണെന്നുള്ളത്. ചിലവർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, അവരുടെ പേര് ആനി ശിവ. സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞ ഒരു പുരുഷൻ തന്നെയാണ്. അവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കും ഇതുപോലെ ഇഷ്യൂസ് ഒക്കെ ട്രെയിനിൽ ലേഡി കമ്പാർട്ട്മെന്റിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ആണാന്ന് കരുതിയിട്ട്. അതുപോലെ വേറെ ഇതുപോലെ കുറെ കുട്ടികൾ ഇങ്ങനെ മുടി ഒക്കെ വെട്ടിയിട്ട് ആണ് കണ്ടു കഴിഞ്ഞാൽ ആണാന്നേ പറയുള്ളൂ. നമ്മൾ പറഞ്ഞാലേ പെണ്ണാന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ കുറെ പേരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ ആണിനെ പോലെയുള്ളവർക്കും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. ടോയ്ലറ്റിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്ത ആക്ട്രസ്, ഞാൻ ഒരു സിനിമയിൽ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ട്രസ് അനാർക്കലി മരിക്ക. അവരും പറയണേണ്ട, അവര് കുഞ്ഞുനാള് മുതലേ ആൺകുട്ടികളെ പോലെ മസ്കുലിൻ ആയിട്ടുള്ള ബിഹേവിങ് ആണ്. സംസാരിക്കുകയാണെങ്കിൽ നടക്കുകയാണെങ്കിലൊക്കെ ആൺകുട്ടികളെ പോലെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ ബോയ്ക്കെട്ടും പാന്റ് ഷർട്ടൊക്കെയാണ് ഇടാറ്. അപ്പൊ ബസ്സിലൊക്കെ ഉള്ള സമയത്ത് ബാക്കിൽ നിന്ന് കണ്ടാൽ പെട്ടെന്ന് കുട്ട ബാക്കിൽ പോയി നിൽക്കുക എന്നൊക്കെ പറയും. അങ്ങനെ എൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടാൽ നമ്മൾ ബാക്കിൽ നിന്നൊക്കെ കാണുമ്പോൾ ആണാന്ന് വിചാരിക്കും. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേക്കേ മനസ്സിലാവുള്ളൂ ഒരു സ്ത്രീയാന്നുള്ള കാര്യം. അപ്പോ അവരും അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ ലുക്കും, ഇപ്പൊ അനാർക്കലിയുടെ എന്ന് പറയുകയാണെങ്കിൽ നടക്കുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഒരു മെയിലിഷ് ആണ്. ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ മസ്കുലിൻ ആണ്. അതുപോലെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും. പക്ഷെ അഭിനയിക്കുമ്പോൾ നല്ല പെണ്ണിനെ പോലെ. അത് അവര് വളർന്നത് അങ്ങനെയാണ്. പക്ഷെ ആ സെറ്റിൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്നവരോട് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പെണ്ണുങ്ങളോട് കൂട്ടുകൂടാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ സെറ്റിലാകെ അനാർക്കലിയും പിന്നെ നന്ദിനി ചേച്ചിയായിരുന്നു. മിക്ക ദിവസങ്ങൾ അനാർക്കലി മാത്രമേ ഇരിക്കുള്ളൂ. അപ്പൊ എനിക്കൊരു പെണ്ണിനോട് താല്പര്യമുള്ള പെണ്ണിനോട് കൂട്ടുകൂടും. അതും ഒരു മസ്കുലിൻ ആയിട്ടുള്ള ഒരു പെണ്ണിനോട് കൂടുതലായിട്ട് നമുക്ക് താല്പര്യമാണ്. കാരണം എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് നമ്മൾ അവരെ വാച്ച് ചെയ്യും. അവളുടെ എക്സ്പ്രഷനും സംസാരവും ഒക്കെ. മെച്യൂരിറ്റി എന്നെക്കാൾ ഇളയതാണ്, പക്ഷെ നല്ല മെച്യൂരിറ്റിയോട് കൂടെ സംസാരിക്കാം. എന്നൊക്കെ ഒരുപാട് ഞാൻ ഡിപ്രഷൻ അടിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ആൾക്കും കുറെ ഡിപ്രഷൻ ഉണ്ട്. പക്ഷെ ഞാൻ അടിക്കുന്ന ഡിപ്രഷനൊക്കെ ആൾക്ക് ചെറിയൊരു പ്രശ്നമാണ്. എന്നിട്ട് എന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ട്രാൻസാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ഡിക്ലെയർ ചെയ്തില്ല. ആള് സപ്പോർട്ടാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ സിനിമയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് ആള് ട്രാൻസിന് സപ്പോർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. നല്ലൊരു കുട്ടിയാണ്, നല്ല ബിഹേവിങ് ആണ്, ബോൾഡ് വുമൺസിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ വാണി വിശ്വനാഥിന്റെ ഒരു കാര്യം പറഞ്ഞ പോലെ ആ ആക്ട്രസ് അനാർക്കലി എന്ന് പറയുമ്പോൾ ലൈഫിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പറഞ്ഞ പോലെ ബുള്ളറ്റൊക്കെ ഓടിക്കും, ബൈക്ക് ഓടിക്കും. അവളുടെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നല്ല ഒരു ധൈര്യമുള്ള തൻ്റെ ഉള്ള ഒരു കുട്ടി, ബോൾഡ് വുമൺ അതിൽ കൂട്ടാം ലുക്കും കാര്യങ്ങളൊക്കെ. ഇപ്പോ സിനിമയിൽ കുറെ അഭിനയിച്ച് ഇപ്പം പെണ്ണിന്റെ റോളാണ് കൂടുതലും ചെയ്യുക.
പെണ്ണായതുകൊണ്ട് പെണ്ണിന്റെ റോളാണ്. പക്ഷെ ജീവിതത്തിൽ ഞാൻ കാണുമ്പോഴൊക്കെ ഒരു മസ്കുലിൻ, അതായത് ടോംബോയ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ടോംബോയ്സ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്നു, മസ്കുലിൻ ക്യാരക്ടറായിട്ട്. പക്ഷെ അവർ പെൺകുട്ടികൾ തന്നെയാണ്. അപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നല്ല പെണ്ണിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ആള് മുടിയൊക്കെ വളർത്തി അത്യാവശ്യം ഫേമസ് ആയി. അഭിനയിക്കുന്നതൊക്കെ നല്ല പെൺകുട്ടികളെ പോലെ തന്നെയാണ്. അതുപോലെ അനാർക്കലി ഈ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടൊരു റോള് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസ് മാൻ ആയിട്ട്. ആ സിനിമയുടെ പേര് ഞാൻ മറന്നു. ബി ആണോ ആനന്ദോ ആണ്. അപ്പൊ അവർക്ക് ആ മസ്കുലിൻ ക്യാരക്ടർ ചെയ്യാനും അഭിനയിക്കുമ്പോൾ രണ്ട് ക്യാരക്ടർ നന്നായി ചെയ്യും, നന്നായി അഭിനയിക്കും. നല്ല മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ആണ്, അഭിനയൊക്കെ അടിപൊളിയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ, തുടക്കത്തിൽ തന്നെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായി അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളും ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഡാൻസർ ആണ്. പക്ഷെ കണ്ട പറയില്ല, അതായത് സംസാരിക്കുന്നതും നടക്കുന്നതും ഒക്കെ ആൺകുട്ടികളെ പോലെ. അപ്പൊ ഞാൻ ഇതിന് കൗതുകത്തോടെ നോക്കും. കാരണം എനിക്ക് ഫെമിനിറ്റി ഉള്ളത് കൊണ്ട് എല്ലാവരും കളിയാക്കുമ്പോൾ എനിക്ക് ആണിനെ പോലെ അഭിനയിക്കാനെങ്കിലും കിട്ടണമെന്നുള്ളൂ. ഞാൻ അഭിനയിക്കാനൊക്കെ പഠിച്ചു കുറേ. എന്നാലും ഞാൻ ഇവരെയൊക്കെ നോക്കും, വാച്ച് ചെയ്യും. കാരണം ഈ പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ അഭിനയിക്കുമ്പോൾ നമുക്കത് സാധിക്കില്ലേ. ഞാനൊരു പെണ്ണാണ്, ശരീരം കൊണ്ടൊരാണാണ്, പക്ഷെ എനിക്കത് അഭിനയിക്കാൻ സാധിക്കും. അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നുള്ള രീതിയിൽ ഞാൻ കുറെ പരിശ്രമിച്ചത് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവളെ വാച്ച് ചെയ്യും. ഒരു ദിവസം പ്രോഗ്രാമിന് ക്ലാസിക്കൽ ഡാൻസ് കളിച്ചു. പൊതുവെ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന ആണുങ്ങൾക്ക് ഒരു ഫെമിനിറ്റി ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടി ക്ലാസിക്കൽ നന്നായി കളിക്കുന്നുണ്ട്, പക്ഷെ ലൈഫിൽ ഫുള്ള് മാസ്കുലിൻ ബിഹേവിയർ. അപ്പം ഞാൻ അത് ഓരോരുത്തരുടെ ഇതാണ്. കളിക്കുമ്പോൾ നല്ല പെണ്ണിനെ പോലെ, ലൈഫിൽ ആൺകുട്ടികളെ പോലെ സംസാരിക്കുക. അതൊരു ടാലന്റ് ആണ്. എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നി. പൊതുവെ ഒരു ആണുങ്ങളാണെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ പോലെ നടക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയില്ല, മെജോറിറ്റി അങ്ങനെയാണ്. അല്ലെങ്കിൽ പോലീസിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ സ്പോർട്സ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഈ കുട്ടി എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ കുട്ടിക്കാലം മുതലേ പഠിച്ച ആളാണ്, പക്ഷെ ലൈഫിൽ ആൺകുട്ടികളെ പോലെ കണ്ടേടുള്ള കുട്ടി. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള പെൺകുട്ടികളെ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഒരു പെണ്ണാവാൻ ആഗ്രഹമാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആഗ്രഹമാണ്. മുടിയൊക്കെ കട്ട് ചെയ്ത് പാന്റ് ഷർട്ടൊക്കെ ഇട്ട്. ഞാൻ പെണ്ണാണ്, എനിക്ക് പെണ്ണായിട്ട് ആണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ടോംബോയ് ലുക്ക് ആവാൻ ആഗ്രഹമാണ്. പക്ഷെ ഒരു ട്രാൻസ് ടോംബോയ്സ് നമുക്ക് അമേരിക്കയിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു സമൂഹത്തിൽ നമ്മളൊരു ടോംബോയ്, നമുക്കൊരു മസ്കുലിൻ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് ഒരു പെണ്ണിനെ പോലെ ഒരിക്കലും പറ്റൂല. പെണ്ണുങ്ങളിപ്പോൾ മുടി വെട്ടി പാന്റ് ഷർട്ടൊക്കെ ഇട്ടാലും ഇപ്പൊ ടോയ്ലറ്റിൽ പോകുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ ഒരു പെണ്ണാന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. പക്ഷെ നമ്മൾ ഈ മുടിയൊക്കെ വെട്ടി ഇപ്പൊ ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടെ ഒരു പെണ്ണിന്റെ ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ആണാന്ന് തോന്നിക്കും. പിന്നെ നമ്മൾ കുറേ ഡാർക്ക് ലിപ്സ്റ്റിക്കും അതിനനുസരിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു ബോയ് ലുക്കിലൊക്കെ നടന്നാൽ നമ്മളൊരു ടോംബോയ് ഗേളാന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ടോംബോയ് ആന്ന് വിചാരിച്ചോളൂ. ടോംബോയ് എന്ന് പറഞ്ഞാൽ പെണ്ണ് ആണിനെ പോലെ ഡ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു, ബിഹേവ് ചെയ്യുന്നു, അതിനാണ്. അപ്പൊ എനിക്കൊരു ടോംബോയ് ആയിട്ടൊക്കെ ചിലപ്പോൾ തോന്നും. എനിക്ക് ആ മുടി കട്ട് ചെയ്യാനും അല്ലെങ്കിൽ പാന്റ് ഷർട്ട് മേക്കപ്പ് ഒന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പല രീതിയിലുള്ള സ്റ്റൈൽസ് ഒക്കെ വെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. എല്ലാ ഡ്രസ്സുകളും ഇഷ്ടമാണ്, പല പല രീതിയിലുള്ള ഡ്രസ്സുകൾ. അതായത് എല്ലാത്തിലും നമ്മളെ പെണ്ണായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ ടോംബോയ് ലുക്കാണ് ഇഷ്ടം. ജീൻസ് ടോപ്പൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതെനിക്ക് വെയർ ചെയ്യാനായിട്ട് കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആണ്. നാട്ടിൻപുറം ആയതുകൊണ്ട് ഇടുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ എറണാകുളമൊക്കെ ആണെങ്കിൽ എനിക്ക് ആ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഇടാം. ഇവിടെ എനിക്ക് അങ്ങനെ ഇട്ട് നടക്കാൻ ഒരു ചിലപ്പോൾ അത് ഓവറായിട്ട് തോന്നിപ്പോ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇടുന്ന ഡ്രസ്സ് നമ്മളുടെ സാഹചര്യത്തിനായിരിക്കണം. എന്റെ വീട്ടിലെന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പൊ എന്റെ ചേച്ചിയൊക്കെ 2 സൈഡ് ഷോളുള്ള ചുരിദാർ അല്ലാതെ ഇടില്ല, ജീൻസ് ടോപ്പ് അങ്ങനെ ഒന്നും ഇടില്ല. പിന്നെ എന്റെ അയൽവാസികളൊക്കെ അങ്ങനെ ഫാഷനായിട്ട് ഇടുന്നവരുണ്ട്. എന്നാലും നമ്മളുടെ എറണാകുളം അത്ര ഫാഷനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ട്രാൻസ് ആകുമ്പോൾ കുറച്ച് അച്ചടക്കത്തിലൊക്കെ നടന്നാലേ നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ രീതിയിൽ അച്ചടക്കത്തിലേക്ക് ഞാൻ നടക്കുള്ളൂ. ഇപ്പൊ എറണാകുളമൊക്കെ പോവുകയാണെങ്കിൽ ഫ്രണ്ട്സിനോട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ 2 സൈഡ് ഷോളൊക്കെ കുത്തി നടന്ന ഒരു നാണക്കേടാണ്. അപ്പൊ അവരുടെ കൂടെ നടക്കുമ്പോൾ ആ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഇടും. അപ്പോഴും ഞാൻ വൾഗറായിട്ട് ഒരിക്കലും ഇടാറില്ല. മാക്സിമം നമ്മൾ കുറച്ചുകൂടെ ഫാഷൻ ആവാനേ നോക്കുള്ളൂ. അപ്പോൾ ഈ ഹോർമോണിന്റെ അവർ ചോദിച്ചതിന്റെ കഥ വന്നില്ല. അതായത് ഹോർമോൺ എടുത്താൽ ഓക്കെ ആവും ചോദിച്ചു. നമ്മൾ ഹോർമോൺ എടുക്കുമ്പോൾ നമ്മൾ വോയിസ് ഇങ്ങനെ മാറും. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഓരോരുത്തർക്കും മാറ്റങ്ങൾ ഓരോ രീതിയിലായിരിക്കും. ചിലവർക്ക് എത്ര വർഷങ്ങൾ എടുത്താലും ഹോർമോൺ എടുത്താലും അവർക്ക് ഈ ശബ്ദം പെണ്ണിൻ്റെത് പോലെ ആവണമെന്നില്ല. ചിലവർക്ക് കുറച്ച് എടുക്കുമ്പോഴേക്കും ആവും. ചിലവർക്ക് ഓൾറെഡി ഫെമിനിൻ വോയിസ് ആയിരിക്കും, അവർക്ക് നല്ല വോയിസ് ആയിരിക്കും, അതായത് പെണ്ണിനെ പോലെ തോന്നിക്കും. എൻ്റെ സെൽഫായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ടുള്ള ശബ്ദത്തിനേക്കാളും കുറച്ചുകൂടെ ശബ്ദം കുറഞ്ഞിട്ടുണ്ട്, അതായത് പെണ്ണിനെ പോലെ ആയിട്ടുണ്ട്.
പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ ആണായിട്ടുള്ളപ്പോൾ പേടിച്ച് സംസാരിക്കുമ്പോൾ പെണ്ണിനെ പോലെ തോന്നും. ശബ്ദം ആണിൻ്റെതാണെങ്കിൽ കൂടെ ശൈലി പെണ്ണിൻ്റെതായതുകൊണ്ട് പെണ്ണായിട്ട് തോന്നും. ഇപ്പൊ ഞാൻ ആണിന്റെ ശബ്ദത്തിൽ നിന്ന് കുറച്ച് കുറഞ്ഞു, ഒരു മിക്സഡ് ആയിട്ടുള്ള വോയിസ് ആയി. പക്ഷെ ഞാൻ ശബ്ദം ഉയർത്തി, നമ്മളെ ധൈര്യം കൂടിയില്ല, ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ ആണിനെ പോലെ തോന്നിക്കുന്നുണ്ട്. അപ്പൊ ഹോർമോണിന്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ശബ്ദം കുറവാണ്. ഹോർമോൺ എടുക്കുമ്പോൾ നമുക്ക് ശബ്ദത്തിന് ഫെമിനിറ്റി വരും. പക്ഷെ എല്ലാവർക്കും ഇത് വരില്ല. മോസ്റ്റ്ലി എല്ലാ ട്രാൻസ് വുമൺസിനും ഇതുപോലെ തന്നെ ആയിരിക്കും ശബ്ദം. അതായത് കട്ടിയുള്ള പരക്കാനായിരിക്കും, കരകരപ്പ് ഉണ്ടാകും. പിന്നെ നമ്മൾ വോയിസ് തെറാപ്പി ചെയ്യുക. ഹോർമോൺ എടുക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ സർജറി കഴിഞ്ഞാലും ചിലവർക്ക് വോയിസിന് അത്ര മാറ്റം ഉണ്ടാവുന്നില്ല. സർജറി കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഫെമിനിൻ ഹോർമോൺസ് ബോഡിയിൽ ഉണ്ടാവും. എന്നിരുന്നാൽ കൂടെ ശബ്ദം മാറാത്ത ഒരുപാട് ട്രാൻസ് വുമൺ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലവർക്ക് ആണായിട്ടുള്ള സമയത്ത് തന്നെ അവർക്ക് പെണ്ണിൻ്റെതായുള്ള വോയിസ് ഉള്ളവരും ഉണ്ട് ട്രാൻസിൽ തന്നെ. ഒറിജിനൽ ആണുങ്ങളാണെങ്കിലും ഹോർമോണിന്റെ കുറവുള്ളവരും പെണ്ണിന്റെ ശബ്ദമുള്ളവരുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഹോർമോൺ എടുത്താൽ ഇപ്പൊ ഉള്ളതിനേക്കാളും ചെറിയൊരു ഫെമിനിറ്റി വരും. പക്ഷെ പൂർണ്ണമായിട്ട് മാറും ഞാൻ പറയുന്നില്ല. ചിലവർക്ക് മാറാം, മാറാതിരിക്കാം. ചിലവർക്ക് 1-2 കൊല്ലം എടുക്കുമ്പോൾ മാറാം, ചിലപ്പോൾ 5-10 കൊല്ലം എടുക്കുമ്പോൾ മാറാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എഫക്ട് ആവുക. കൃത്യമായിട്ട് നമുക്ക് ഇത് നിങ്ങൾക്ക് മാറുമെന്ന് നമുക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. നമ്മൾ കുറേ നാൾ ഹോർമോൺ എടുക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കുക ആഡം ആപ്പിൾ റിമൂവ് ചെയ്യണമെന്ന് അത്യാവശ്യമാണെങ്കിൽ വോയിസ് സർജറി ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളുടെ ശബ്ദം പ്രൗഡായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. നമ്മൾ പെണ്ണാണ്, ഒരു ബോൾഡ് വുമൺ ആയിട്ട് കാണാം. നമ്മൾക്ക് ദൈവം തന്ന ശബ്ദം, രൂപം, ഇതെല്ലാം നമ്മളായിട്ട് മാറ്റുന്നതാണ്. അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. ഞാൻ ഒരിക്കലും വോയിസ്, എനിക്ക് ഇതൊരു പ്രൗഡായിട്ട് കാണും. ദൈവം എന്നെ ആണായിട്ട് സൃഷ്ടിച്ചു. എൻ്റെ ആഗ്രഹങ്ങൾക്ക് പുറത്ത് ഞാൻ ഒരു സാഹചര്യം കൊണ്ട് സമൂഹത്തിന്റെ ഇടപെടലുകൾ കാരണമാണ് ഈ ഒരു രൂപത്തിലോട്ട് മാറി. ഇതിൽ ഗുണമുണ്ട്, ദോഷമുണ്ട്. സമൂഹത്തിൽ ഈ ഒരു പരിഹാസങ്ങളും അക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ പുരുഷ ശരീരത്തിൽ സ്ത്രീയായിട്ട് ജീവിച്ചേനെ. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ സമൂഹത്തിന്റെ ഒരു ഇടപെടൽ കാരണം, പരിഹാസം കാരണം, പിന്നെ സാഹചര്യം, എനിക്ക് നല്ലൊരു സാഹചര്യം ഉള്ളതും ഫിനാൻഷ്യലി, മെന്റലി, ഫിസിക്കലി, ഫാമിലി എല്ലാം ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തി. പിന്നെ ഈ ശബ്ദത്തിന്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു വിഷമമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യും. നിങ്ങളും അതുപോലെ എത്രത്തോളം നിങ്ങളുടെ ആ ശബ്ദത്തിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം ജീവിക്കാം. സ്വന്തം ശബ്ദമാണ്. സർജറി എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ നല്ലൊരു പ്രവൃത്തിയല്ല. മാക്സിമം നിങ്ങളുടെ ഒറിജിനൽ ശബ്ദത്തിൽ ജീവിക്കാം. നിങ്ങൾക്ക് ആ ഒരു ഒറിജിനൽ ശബ്ദം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വോയിസ് തെറാപ്പി ചെയ്യുക. അതായത് ശബ്ദം താഴ്ത്തി ശബ്ദം എടുത്തൊക്കെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ടും ഒട്ടും മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം വോയിസ് സർജറി ഒക്കെ ചെയ്താൽ മതി. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. അപ്പോൾ വോയിസിനെ കുറിച്ച് എനിക്കിതാണ് പറയാനുള്ളത്. ഹോർമോൺ എടുത്തു കഴിഞ്ഞാൽ വോയിസ് ചേഞ്ചസ് ഉണ്ടാവും. എത്രത്തോളം ഉണ്ടാവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. നല്ല മാറ്റമുള്ളവരുണ്ട്, മാറ്റമില്ലാത്തവരുണ്ട്. അത് എല്ലാവർക്കും ശബ്ദം ഒരു പ്രശ്നമായിട്ട് തോന്നും. പിന്നെ എനിക്ക് വീഡിയോ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്താ അറിയോ, സമയം കിട്ടുന്നില്ല. പിന്നെ ഇന്നും ഞാൻ അതിസുന്ദരിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ഒരുങ്ങുന്നുണ്ട്. ഞാൻ ഹാപ്പി ആണെങ്കിൽ ഒരുങ്ങാ. ഇന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ത്രെഡ് ചെയ്യാൻ പോയപ്പോ ബ്യൂട്ടീഷ്യൻ പറയാം 3 ആൾക്കുള്ള പുരുകം ഉണ്ടല്ലോ എന്ന്. കാരണം എന്റെ നല്ല കട്ടിയുള്ള പുരുക. അപ്പോ ഇതിപ്പോ 3 ആൾക്കുള്ള പുരുകം 1 പുരുകം എടുത്തിട്ടുള്ളൂ. പെണ്ണുങ്ങൾക്ക് ഇതിന്റെയും പകുതിയേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേണം സത്യം പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും കട്ടിയുള്ള പുരുകമാണ് ഫാഷൻ തോന്നുന്നു. എന്റെ ഓഫീസിൽ എല്ലാ പെണ്ണുങ്ങളും പറയും ചേച്ചിയുടെ പുരുകം എനിക്കിഷ്ടമാണ്, ഹണിയുടെ പുരുകം എനിക്കിഷ്ടമാണ്, ഇതുപോലെ വേണം. അവരിങ്ങനെ ഐബ്രോസ് ഒക്കെ വെച്ച് വരയ്ക്കും. എന്റെ പുരുകം പോലെ വേണമെന്നാണ് അവർക്ക് ആഗ്രഹം. പക്ഷെ നമ്മൾ ട്രാൻസ് ആയിട്ടുള്ളവർക്ക് ചെറിയ പുരുകം വേണമെന്നാണ് ആഗ്രഹിക്കാറ്. പെണ്ണുങ്ങളാവണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് ചെറിയ പുരുകമായിരിക്കും, ആണുങ്ങൾക്ക് ആയിരിക്കും ഈ കട്ടിയുള്ള പുരുകം. പക്ഷെ ഇപ്പൊ എന്ന് പറയുകയാണെങ്കിൽ കട്ടിയുള്ള പുരുകമാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ആ ചേച്ചി പറഞ്ഞു 3 ആൾക്കുള്ള പുരുകം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ അധികം വേണ്ട, കാരണം എനിക്ക് വേദന സഹിക്കാൻ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ലെയർ താഴെ മാത്രം എടുത്തു. ഇനി അടുത്ത തവണ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം, കാരണം എനിക്ക് സഹിക്കാൻ വയ്യ. കുറെ നല്ല കട്ടിയുള്ള മുടിയായതുകൊണ്ട് നല്ല വേദന ഉണ്ടാവും. കുറെ നാളുകൾ കഴിഞ്ഞെടുത്താൽ എനിക്കിത് 15 ദിവസം കൊണ്ട് എടുക്കണം. ഞാൻ 2-3 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുന്നത്. എനിക്ക് കറക്റ്റ് 15 ദിവസം കൊണ്ട് എടുത്താൽ വേദന അത്ര ഉണ്ടാവില്ല. 1 മാസമൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ 1 മാസം കഴിഞ്ഞ് പോയാൽ മതി. എനിക്ക് പെട്ടെന്ന് നല്ല കട്ടിയുള്ളത് കൊണ്ടും പെട്ടെന്ന് വളർന്നതുകൊണ്ടും വേദന ഉണ്ടാവും. അപ്പോൾ ത്രെഡ് ചെയ്തപ്പോൾ കുറച്ച് ഭംഗി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ എപ്പോഴും ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. വീഡിയോസിൽ ഭംഗിയുണ്ട്, പുറത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അത്യാവശ്യം ഒരുങ്ങും.
നിങ്ങൾക്കൊരു കാഴ്ചക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കോട്ടെ. അതായത് ഇപ്പൊ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നൈറ്റ് ഒക്കെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. സാരി കൊടുത്ത് അത്യാവശ്യം നീറ്റായിട്ട് പോകുമ്പോഴല്ല അതിൻ്റെതൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതൊരു സ്റ്റാൻഡേർഡ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം നൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇടുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതൊരു കൾച്ചർ എന്താ പറയുക, നമുക്കതൊരു യോജിച്ചൊരു പരിപാടി ആയിരിക്കില്ല. യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യണം. അപ്പം എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഇതുപോലെയൊക്കെ ഒരുങ്ങി ചെയ്യും. അല്ലെങ്കിൽ വൃത്തികേടായിട്ടല്ല, ഒരു മേക്കപ്പ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു കമ്പലൊക്കെ ഇട്ട് അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യും. അങ്ങനെയാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇനിയിപ്പോൾ സൺഡേ ഇടാൻ ചിന്തിക്കുന്നു. അപ്പം എനിക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്താൽ മതിയല്ലോ. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് മാക്സിമം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിർത്താണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.